CSKയും ലക്നൌവും തമ്മിലാണെന്ന് ഏറ്റുമുട്ടിയത്. വാശിയേറിയ മത്സരമായിരുന്നു ഇന്നത്തേത്. തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ CSK ടീമിന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു ഇന്നത്തെ മാച്ച്. അപ്പോൾ ഇന്നത്തെ ചെന്നൈ ലക്നൌ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ലക്നൌ ആയിരുന്നു. അവർക്ക് മോശം തുടക്കമാണ് ഇന്ന് ലഭിച്ചത്. അവരുടെ ഓപ്പണർ മാർക്രം പെട്ടെന്ന് ഔട്ടായി മടങ്ങി. പിന്നീട് വന്ന നിക്കോളാസ് പൂരനും ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. 2 വിക്കറ്റുകൾ പെട്ടെന്ന് പോയപ്പോൾ ലക്നൌ ശരിക്കും ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ലക്നൌ ടീമിനെ താങ്ങി നിർത്തിയത് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ആയിരുന്നു. 63 റൺസാണ് ഋഷഭ് പന്ത് അടിച്ചുകൂട്ടിയത്. ഇതോടുകൂടി ലക്നൌ ടീമിന്റെ സ്കോർ കുതിക്കാൻ തുടങ്ങി. അങ്ങനെ ലക്നൌ 20 ഓവറിൽ ഭേദപ്പെട്ട റൺസാണ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. 7 വിക്കറ്റ് നഷ്ടത്തിൽ 166 റൺസാണ് ലക്നൌ നേടിയത്. പിന്നീട് CSK ടീം സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. നല്ലൊരു തുടക്കമായിരുന്നു ചെന്നൈ ടീമിന് ഇന്ന് ലഭിച്ചത്. പുതിയൊരു ഓപ്പണിംഗ് ജോഡിയായിരുന്നു ഇന്ന് CSK ടീമിന്. റഷീദും രവീന്ദ്രനും കൂടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തു. രണ്ടുപേരും മികച്ച കളി പുറത്തെടുത്തു. പിന്നീട് വന്നത് രാഹുൽ ത്രിപാഠിയായിരുന്നു. ത്രിപാഠി വന്നതും പോയതും വേഗത്തിലായിരുന്നു. താരത്തിന് ഇന്ന് ഫോം ആകാൻ സാധിച്ചില്ല. നമ്പർ 4-ൽ ഇന്ന് കളിച്ചത് ജഡേജയായിരുന്നു. എന്നാൽ ജഡേജ ഇന്നും പഴയതുപോലെ തന്നെ ഫോം ഔട്ടായി. ആകെ കൂടി 7 റൺസ് മാത്രമാണ് ജഡേജ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിംഗ് മികച്ച കളി കാഴ്ചവെച്ച CSK പിന്നീട് അങ്ങോട്ട് വിക്കറ്റുകൾ തുളിച്ചു കളയുകയായിരുന്നു. ഇറങ്ങുന്നവരെല്ലാം തന്നെ പെട്ടെന്ന് കൂടാരം കയറി. ആകെ കൂടി 166 റൺസ് മാത്രമേ ലക്നൌവിന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ചെന്നൈ ഇങ്ങനെ വിക്കറ്റ് വലിച്ചെറിഞ്ഞത് അവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു. അവസാനം വന്നത് വിജയ് ശങ്കർ ആയിരുന്നു. താരവും 2 അക്കം കാണാതെ ഔട്ടായപ്പോൾ CSK ശരിക്കും ട്രാപ്പിലായി. പിന്നീട് കളത്തിലെത്തിയത് ധോണിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി വിലയിരുത്തിയാൽ 2 ടീമും നന്നായി കളിച്ചിട്ടുണ്ട്. കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.